ഹലോ ഫ്രണ്ട്സ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ കൂട്ടുകാർക്കും പ്രൈസ് ടോക്സിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ. ഞാൻ ഇന്ന് ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഥയുടെ പേരാണ് നയമാനും ഏഴുകുളിയും. നയമാനും ഏഴുകുളിയും. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. ഒരിടത്ത് നയമാൻ എന്ന് പറയുന്ന ഒരു പടനായകനുണ്ടായിരുന്നു. ആ പടനായകന്റെ ജോലി എന്താണെന്ന് അറിയാമോ? മറ്റു രാജ്യങ്ങളിൽ ചെന്ന് യുദ്ധം ചെയ്ത് അവിടുത്തെ ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അവിടുത്തെ സ്വർണവും വെള്ളിയും ഒക്കെ എടുത്തുകൊണ്ട് വരികയായിരുന്നു നയമാന്റെ ജോലി. നയമാനെ എല്ലാവർക്കും ഭയങ്കര പ്രിയമായിരുന്നു. നയമാൻ വലിയൊരു പ്രശസ്തമായൊരു പടനായകനായിരുന്നു. ആ രാജ്യത്തിലെ രാജാവിന് നയമാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നയമാന്റെ ദേഹത്ത് മൊത്തം വെള്ള കളറിൽ പുള്ളി കാണാൻ ഇടയായി. ആ രോഗം ഓരോ ഡോക്ടർമാർക്കും ഓരോ വൈദ്യന്മാർക്കും ശരിയാക്കാൻ കഴിഞ്ഞില്ല. ആ രോഗത്തിന്റെ പേരാണ് കുഷ്ഠരോഗം. അങ്ങനെ ഇരിക്കെ നയമാന്റെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സുന്ദരിയായ നല്ലൊരു ഓമനയായ സമർത്ഥയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി എവിടുന്നാ വന്നതെന്നറിയാമോ? ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നയമാൻ യുദ്ധം ചെയ്തപ്പോൾ അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് ആ കൊച്ചിനെ പിടിച്ചുകൊണ്ട് വന്നായിരുന്നു. കൂട്ടുകാരൻ, നമ്മളെ ഒരാൾ ഉപദ്രവിച്ചാലോ അടിച്ചാലോ പിടിച്ചുകൊണ്ട് വന്നാലോ നമുക്ക് അയാളോട് ദേഷ്യവും വൈരാഗ്യവും ശത്രുതയും ഒക്കെയല്ലേ തോന്നി. എന്നാൽ ശത്രുവായ എനിമിയായ നയമാനോട് ഈ കുട്ടി ഒരു ഉപകാരം ചെയ്തു. എന്താണെന്നോ? നയമാന്റെ ഭാര്യയോട് ആ കുട്ടി ചെന്ന് പറഞ്ഞു, എൻ്റെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ പേര് എലീശ എന്നാണ്. ആ പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ മാറാത്ത ഒരു രോഗവുമില്ല. യജമാനന്റെ രോഗം തീർച്ചയായും പ്രവാചകന് മാറ്റുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ഈ സന്തോഷ വാർത്ത കേട്ട യജമാനന്റെ ഭാര്യ ചെന്ന് നയമാനോട് പോയി പറഞ്ഞു. നയമാൻ യാത്രയിൽ നയമാൻ കുറേ ഗോൾഡും സിൽവറും പുതുപുത്തൻ ഉടുപ്പുകളും ഒക്കെ എടുത്തായിരുന്നേ. എന്തിനാണെന്നറിയാമോ? അഥവാ ആ പ്രവാചകന് തൻ്റെ രോഗം മാറ്റുവാൻ കഴിഞ്ഞാൽ ഇതൊക്കെയും ആ പ്രവാചകന് കൊടുക്കാനായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഇസ്രായേൽ എന്ന രാജ്യത്ത് ആ പ്രവാചകന്റെ വീട്ടിലെത്തി. പക്ഷേ ദൈവം നേരത്തെ തന്നെ എലീശയോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരാൾ വരുമായിരുന്നു. ആ ആൾക്ക് ഒരു രോഗമുണ്ട്, കുഷ്ഠരോഗം എന്നാണ്. അപ്പം അതറിഞ്ഞ എലീശ തൻ്റെ വീട് ജോലിക്കാരനെ സന്ദേശവുമായി അയച്ചു. വീട് ജോലിക്കാരൻ നയമാനോട് എന്തോ പറഞ്ഞെന്നോ? അടുത്ത് യോർദാൻ എന്ന് പറയുന്ന നദിയിൽ 7 വട്ടം മുങ്ങിക്കുളിക്കും. ഇത് കേട്ട നയമാൻ അങ്ങോട്ട് ദേഷ്യം വന്നു. അവൻ പല്ല് കടിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ എത്രയോ നല്ല നദികളും കുളങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ എനിക്ക് മുങ്ങി കുളിച്ചപ്പോലെ ഈ കലങ്ങിയ വെള്ളമുള്ള യോർദാനിൽ എനിക്ക് മുങ്ങി കുളിക്കണമേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നത്. അന്നേരം നയമാൻ്റെ അടുത്ത് നിന്ന് ഒരു പടനായകൻ ഇടയാളി വന്ന് പറഞ്ഞു, യജമാനനെ, അങ്ങയോടൊരു രാജ്യം യുദ്ധം ചെയ്ത് അവിടുത്തെ സ്വർണവും വെള്ളിയും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങ് ചെയ്യുമായിരുന്നല്ലോ. ഇതൊരു ഈസിയായ സിമ്പിൾ കാര്യമല്ലേ, അതങ്ങക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അന്നേരം നയമാൻ, ശരിയല്ല, ഇതങ്ങ് ചെയ്തു നോക്കാം, അഥവാ ഈ രോഗം മാറിയാലോ എന്ന്. അങ്ങനെ നയമാൻ വാടിയ മുഖത്തോടെ യോർദാനിൽ ഇറങ്ങി 1 2 3 4 5 6 വട്ടം മുങ്ങി കുളിച്ചു. എന്നിട്ടും നയമാന്റെ ദേഹത്ത് ഒരു പാട് പോലും മാറിയിട്ടില്ല. അന്നേരമാണ് നയമാനോട് പ്രവാചകൻ 7 വട്ടമല്ലേ മുങ്ങി കുളിക്കാൻ പറഞ്ഞത്. അങ്ങനെ നയമാൻ 7ാമത്തെ വട്ടം ഒന്നുകൂടെ അങ്ങ് മുങ്ങി കുളിച്ചപ്പം ദേഹത്തെ കുഷ്ഠരോഗം എല്ലാം മാറി. ആ നയമാന്റെ ദേഹത്തെ ചർമ്മങ്ങളൊക്കെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മൃദുലമായ ചർമ്മം പോലെ ആയിത്തീർന്നു. നയമാന്റെ ശരീരം മാത്രമല്ല, നയമാന്റെ മനസ്സും ക്ലിയറായി. നയമാൻ ഇസ്രായേലിന്റെ രാജാവായ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്കൊരു ഗുണപാഠം പഠിച്ചാലോ? നമ്മൾ ആ സുന്ദരിയായ സമൃദ്ധിയായ കുട്ടിയെപ്പോലെ തിന്മയ്ക്ക് വരും തിന്മ ചെയ്യാതെ നന്മ ചെയ്യാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, നമ്മൾക്കും ഇതുപോലെ വലിയൊരു പ്രവാചകനുണ്ട്.
ആ പ്രവാചകൻ ആരാന്നറിയാമോ? നമ്മുടെ യേശുപ്പച്ചൻ. ആ യേശുപ്പച്ചനെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയുവാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.